ഇപ്പോൾ പതിറ്റാണ്ടുകളായി നാം കാണുന്ന ഒരു കാഴ്ച, ജനതാ പാർട്ടി ആയാലും BJP ആയാലും എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നാൽ ഉടനെ കോൺഗ്രസ്സുകാർ ചാടി വീഴുന്നിറങ്ങും. ഇത് നെഹ്റു കൊണ്ടുവന്നതാണ്, ഇന്ദിരാഗാന്ധി കൊണ്ടുവന്നതാണ്, രാജീവ് ഗാന്ധി കൊണ്ടുവന്നതാണെന്ന് അവർ ഇറങ്ങുക. പക്ഷേ അവരുടെ ഭരണകാലത്ത് ഇതൊന്നും കാണുന്ന ഒരു പതിവുമില്ല. ഇപ്പോൾ ഏറ്റവും അവസാനം റഫേൽ വിമാനം വന്നപ്പോൾ അല്ലേ, മോദി സർക്കാർ കൊണ്ടുവന്നപ്പോൾ കോൺഗ്രസ് പറയുന്നത് ഇതിൽ ഒപ്പിട്ടത് ഞങ്ങളാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം ഇന്ത്യ പാകിസ്ഥാനുമായുള്ള സംഘർഷമുണ്ടായപ്പോൾ പറയുന്നത് രാജീവ് ഗാന്ധി, ഇന്ദിരാഗാന്ധി ആയിരുന്നു മികച്ചത്. ഏറ്റവും അവസാനം പറയുന്നത് ബ്രഹ്മോസ് മിസൈൽ ഞങ്ങൾ കൊണ്ടുവന്നതാണ്. അങ്ങനെ എന്ത് കൊണ്ടുവന്നാലും എട്ടുകാലിൽ മമ്മൂഞ്ഞായി മാറുകയാണോ കോൺഗ്രസ്? കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനെ പറയേണ്ടി വരും. ചില കാര്യങ്ങളിലെങ്കിലും ഈ കോൺഗ്രസ് എട്ടുകാലി മമ്മൂഞ്ഞ് ചമയുകയാണ്. ഇപ്പോൾ ബ്രഹ്മോസിൻ്റെ കാര്യം എടുക്കാം. ബ്രഹ്മോസ് 2004 വാജ്പേയി സർക്കാർ പോയി പകരം മൻമോഹൻ സിംഗ് സർക്കാർ വന്നതിന് ശേഷം ഏതാണ്ട് 2008 കാലത്താണ് നമുക്ക് തിരുവനന്തപുരത്ത് ചാക്ക, നമ്മുടെ ശംഖുമുഖം എയർപോർട്ട് റോഡിൽ, ശംഖുമുഖം ഈ തിരുവനന്തപുരത്തു നിന്ന് പേട്ട വഴി ശംഖുമുഖം എയർപോർട്ടിലേക്ക് പോകുന്ന അല്ലെങ്കിൽ ബീച്ചിലേക്ക് പോകുന്ന ആ റോഡിലാണ് ഈ ബ്രഹ്മോസ് എയറോസ്പേസ് ലിമിറ്റഡ്, ഇപ്പോഴത്തെ ബ്രഹ്മോസ് എയറോസ്പേസ് ലിമിറ്റഡ് നിലനിൽക്കുന്നത്. അത് പണ്ട് കേരള സർക്കാർ ആരംഭിച്ച ഒരു കമ്പനിയായിരുന്നു. പിന്നീട് അത് കേന്ദ്രത്തിന് കൈമാറി കേന്ദ്രമാണ് അതിനെ ഈ ബ്രഹ്മോസ് വികസന ഗവേഷണ പദ്ധതികൾക്കായിട്ട് മാറ്റിയത്. അത് 2008 അന്ന് പ്രതിരോധ മന്ത്രിയായിരുന്ന AK ആൻ്റണി ആണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. അന്നത് റിപ്പോർട്ട് ചെയ്യാൻ പോയ ഞാൻ റിപ്പോർട്ട് ചെയ്യാൻ പോയിരുന്നതാണ്. അന്നത് ആരംഭിക്കുമ്പോൾ AK ആൻ്റണി പറഞ്ഞത് ഇത് വലിയ നേട്ടമാണ്, നമ്മൾ വലിയൊരു മിസൈൽ വികസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ്, അല്ലെങ്കിൽ ആ പദ്ധതിയുടെ ഭാഗമാണ് ഇവിടെ ആരംഭിച്ച ഈ സ്ഥാപനം. അത് കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കുകയായിരുന്നു കേരള സർക്കാരിൽ നിന്ന്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കെൽടെക് എന്ന് പറയുന്ന സ്ഥാപനം ഇവർ ഏറ്റെടുത്ത് ബ്രഹ്മോസ് എയറോസ്പേസ് ലിമിറ്റഡ് ആക്കി മാറ്റുകയായിരുന്നു. പക്ഷേ ഈ മൻമോഹൻ സിംഗ് 2014 സ്ഥാനമൊഴിയുന്നത് വരെ അവിടെ നിന്ന് പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചതായിട്ട് നമുക്കറിയില്ല. ഏതെങ്കിലും തരത്തിൽ മിസൈൽ ഡെവലപ്പ് ചെയ്തതായിട്ടോ പുതിയ എന്തെങ്കിലും പരീക്ഷണം നടത്തിയതായിട്ടോ ഒന്നും നമുക്കറിയില്ല. ഇതിൻ്റെ എന്തെങ്കിലും ഈ ബ്രഹ്മോസുമായി ബന്ധപ്പെട്ട, ബ്രഹ്മോസ് മിസൈൽ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ചുവടുവയ്പ്പ്, ഒരു പരീക്ഷണം ഒക്കെ നടന്നത് 2014 മോദി സർക്കാർ വന്നതിന് ശേഷമാണ് എന്നാണ് പൊതുവെ നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നത്. എന്തായാലും ഇവർ അങ്ങനെ ഒരു സ്ഥാപനത്തിന് തുടക്കമിട്ടു കോൺഗ്രസ് ഭരണകാലത്ത്. ഈ കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് ഇങ്ങനെ പലതും തുടക്കമിടുന്നുണ്ട്. നമുക്കറിയാം VSSC, ISRO ഒക്കെ കോൺഗ്രസ് ഭരണകാലത്തുണ്ടായതാണ്. അന്ന് പിന്നെ വിക്രം സാരാഭായിയെ പോലെ, അതുപോലെ നമ്മുടെ ഇന്ത്യ ആണവശക്തി ആയതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് ഹോമി ജെ ഭാഭ, HJ ഭാഭ എന്ന് പറയുന്ന ഒരു വലിയ മഹാനായ ഒരു ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിൻ്റെ ശിഷ്യരാണ് നമ്മൾ അറിയുന്ന പലരും. ഇപ്പോൾ ഇന്ന് നമ്മുടെ ഈ ആണവശക്തിയായി ഇന്ത്യ മാറിയതിന് കാരണമായിരിക്കുന്ന പല ശാസ്ത്രജ്ഞന്മാരും അന്ന് ഹോമി ജെ ഭാഭ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അവർക്ക് വലിയ അവസരങ്ങൾ നൽകിയതുകൊണ്ടാണ്. അതുപോലെ തന്നെ വിക്രം സാരാഭായിയുടെ ശിഷ്യന്മാരാണ് നമ്മളെല്ലാവരും വലിയ മഹാന്മാരെന്ന് വാഴ്ത്തുന്ന നമ്മുടെ ഈ അബ്ദുൽ കലാമിനെ പോലെയുള്ള, നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ പോലെയുള്ളവർ. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യനായിരുന്നു നമ്പി നാരായണൻ. പിന്നീട് അദ്ദേഹത്തിനെ ഒരു കേസിൽപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ കരിയർ തന്നെ തുലച്ചു കളഞ്ഞു. അതും കോൺഗ്രസ് ഭരണകാലത്താണ് നടന്നത്. നമ്മൾ ആലോചിക്കണം. അല്ല, കോൺഗ്രസ് ഇത്തരം ഉദ്ഘാടനങ്ങൾ മാത്രമേ ഉള്ളല്ലേ? എനിക്ക് അത് പ്രായോഗികമാകണമെങ്കിൽ മറ്റു സർക്കാരുകൾ വരണം. അതെ, പക്ഷെ അത് കൊണ്ടുവരുമ്പോൾ പറയും ഇത് ഞങ്ങളാണ്, ഈ കുട്ടിയുടെ അച്ഛൻ ഞങ്ങളാണ് എന്ന് പറയുന്നത് പോലെ ഏറ്റവും അവസാനം നാം അത് ദേശീയ തലത്തിലായാലും ഇങ്ങ് വിഴിഞ്ഞത്ത് വരുമ്പോഴും ഉമ്മൻചാണ്ടി സാറിന് നന്ദി. അതെ, ഉമ്മൻചാണ്ടിയാണ് വിഴിഞ്ഞം പദ്ധതി തുടക്കമിട്ട് വെച്ചത്. അതിന് വേണ്ടുന്ന അനുമതികൾ നേടിയെടുത്തത്, അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം പോലും നടന്നത് ഉമ്മൻചാണ്ടിയുടെ കാലത്താണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ എല്ലാം ഈ കോൺഗ്രസ്, അത് കേന്ദ്രം ഭരിച്ചാലും കേരളം ഭരിച്ചാലും
കോൺഗ്രസിനെ സംബന്ധിച്ച് അവർ പറയാതെ മറച്ചു വയ്ക്കുന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ വിഴിഞ്ഞത്തിൻ്റെ കാര്യമെടുക്കാം. ഈ ഉമ്മൻചാണ്ടി മാത്രം വിചാരിച്ചാൽ വിഴിഞ്ഞം തുറമുഖം വരുമോ? അവിടെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു വലിയ താല്പര്യം അതിനകത്തില്ലേ? കേന്ദ്ര സർക്കാർ അനുമതി കൊടുക്കാതെ ഇരുന്നാൽ ഈ പറയുന്നത് പോലെ കേന്ദ്രത്തിൻ്റെ ഒരു എന്താ പറയുക ഇടപെടൽ അതിനകത്തുണ്ടായില്ലെങ്കിൽ വിഴിഞ്ഞം തുറമുഖം വരുമോ? ഈ വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടുന്ന പാരിസ്ഥിതിക അനുമതി അടക്കമുള്ള എല്ലാ കാര്യങ്ങളും നൽകിയത് കേന്ദ്ര സർക്കാരല്ലേ? കേന്ദ്ര സർക്കാർ കൂടി വലിയ ഉത്സാഹം ചെലുത്തിയിട്ടല്ലേ, അല്ലെങ്കിൽ വലിയ ഉത്സാഹം പ്രകടിപ്പിച്ചത് കൊണ്ടല്ലേ ഈ വിഴിഞ്ഞം തുറമുഖം ഇന്ന് അവിടെ വന്നത്? ഈ അദാനി എന്ന് പറയുന്ന തുറമുഖ നിർമ്മാണ കമ്പനി ഇവിടേക്ക് വരാൻ ഉണ്ടായ സാഹചര്യം ഒരുക്കിയത് പോലും വാസ്തവത്തിൽ കേന്ദ്ര സർക്കാരല്ലേ എന്ന ചോദ്യത്തിന് കോൺഗ്രസ് ഒരിക്കലും ഉത്തരം പറയില്ല. ഇത് ബ്രഹ്മോസിൻ്റെ കാര്യത്തിലും നമുക്ക് മറ്റൊരു കാര്യം അറിയാം. AK ആൻ്റണി പ്രതിരോധ മന്ത്രിയായിരുന്ന AK ആൻ്റണി പാർലമെൻറ്റിൽ പറഞ്ഞതാണ്, ആയുധങ്ങൾ വാങ്ങാൻ പണമില്ല. നമ്മളിത് എവിടെ ആയുധങ്ങൾ വാങ്ങിയാൽ, ഈ വിദേശ നിർമ്മിത ആയുധങ്ങൾ വാങ്ങിയാൽ നമ്മൾ എങ്ങനെ പണം കൊടുക്കും? അതിനുള്ള ബജറ്റ് അലോക്കേഷൻ ഇല്ല എന്ന് AK ആൻ്റണി പരസ്യമായിട്ട് പറഞ്ഞതാണ്. എന്നാൽ തദ്ദേശീയമായിട്ട് ആയുധങ്ങൾ വികസിപ്പിക്കൂ, അതിനും പണമില്ല എന്നാണ് ആൻ്റണി പറഞ്ഞത്. 2008 മുംബൈ ഭീകരാക്രമണം നടന്നതിന് ശേഷമാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കേന്ദ്ര സർക്കാർ തയ്യാറായത്. പക്ഷെ അപ്പോഴേക്കും അടിമുടി അഴിമതി വിഴുങ്ങി. ഈ ബ്രഹ്മോസിൻ്റെ നേട്ടം അവകാശപ്പെടുന്ന കോൺഗ്രസ് എന്തുകൊണ്ട് കൽക്കരി അഴിമതി, 2G സ്പെക്ട്രം അഴിമതി, ഈ തുടങ്ങിയ അഴിമതികളുടെ ലക്ഷം കോടികളുടെ അഴിമതികൾ രാജ്യത്ത് നടന്നു? അല്ല, അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമുണ്ട്. ഈ സംഘർഷ സമയത്ത് ഇന്ത്യ ഏറ്റവും അധികം സഹായിച്ച മറ്റൊരു വിമാനമാണ് റഫേൽ. ഈ റഫേലുമായി ബന്ധപ്പെട്ട് അതിൽ തുരങ്കം വയ്ക്കാൻ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള വലിയ ശ്രമം നടത്തിയിരുന്നു. അതിൽ അഴിമതിയുണ്ട്, അല്ലെ? റാഫേൽ കള്ളൻ, മോദി രാജിവെക്കുക എന്നതെല്ലാം പല പോസ്റ്ററുകൾ ഉൾപ്പെടെ നാം കണ്ടിട്ടുണ്ട്. അത് ഇടത് വലത് മുന്നണികളിൽ ഉൾപ്പെടെ കണ്ടിട്ടുണ്ട്. അതെ, അവിടെ കോൺഗ്രസും ഇടതുപക്ഷവും ഒരുമിച്ച് നിന്നാണ് കേന്ദ്ര സർക്കാരിന് നേരെ കല്ലെറിഞ്ഞത്. അത് പ്രയോജനപ്പെട്ടപ്പോ പറയുകയാണ് ഇതിൽ ഒപ്പിട്ട ഞങ്ങളാണ്, ഒപ്പിട്ടത് ബ്രഹ്മോസ് നിർമ്മിച്ച ഞങ്ങളാണ്. AK ആൻ്റണി തന്നെ റഫേലിൻ്റെ കാര്യത്തിലും പറഞ്ഞതാണ്, റഫേല് ശരിയാണ്, ഇങ്ങനൊരു വിമാനം വാങ്ങേണ്ട ആവശ്യമൊക്കെ ഉണ്ട്, നമ്മുടെ കയ്യിലിരിക്കുന്ന വിമാനമൊക്കെ പഴയതായി, പക്ഷെ പണമില്ല, ഇത്രയും വലിയ തുക കൊടുത്ത് വിമാനം വാങ്ങാൻ നമുക്കിന്ന് സാധിക്കില്ല എന്ന് പറഞ്ഞ AK ആൻ്റണി അതിൽ നിന്ന് പിന്നോട്ട് പോയ ആളാണ്. കോൺഗ്രസ് ഗവൺമെൻറ് പിന്നോട്ട് പോയതാണ്. അതിനൊരു പ്രധാന കാരണം AK ആൻ്റണി സംശുദ്ധമായൊരു രാഷ്ട്രീയത്തിൻ്റെ ഉടമയാണ്, അദ്ദേഹം അഴിമതിക്കാരനല്ല എന്നാണ് നമുക്കെല്ലാവരും അറിയുന്നത്. അങ്ങനെയാണ് AK ആൻ്റണിയെക്കുറിച്ച്. അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾ പോലും, രാഷ്ട്രീയ എതിരാളികൾ പോലും AK ആൻ്റണി അഴിമതി നടത്തി എന്ന് പറയില്ല, അങ്ങനെ ഒരു ആരോപണം പോലും ഉന്നയിക്കില്ല. പക്ഷേ ആ AK ആൻ്റണി റഫേൽ അടക്കമുള്ള ഈ വിമാനങ്ങൾ വാങ്ങുന്നതിൽ നിന്ന് പുറകിലേക്ക് പോയതും, അതുപോലെ തന്നെ ഈ ബ്രഹ്മോസിൻ്റെ കാര്യത്തിലും ഒക്കെ അദ്ദേഹം പിൻവലിഞ്ഞത് അതിൻ്റെ പുറകിൽ വലിയ അഴിമതി നടക്കുമെന്ന് ഭയന്നിട്ടാണ് എന്നൊരു ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. പണ്ട് തന്നെ AK ആൻ്റണി പ്രതിരോധ മന്ത്രിയായിരിക്കുന്ന കാലത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിരാളികൾ ഒന്നടങ്കം ആക്ഷേപിച്ചിരുന്നു, അഴിമതി നടക്കുമെന്ന് ഭയന്നാണ് ആൻ്റണി ഇത്തരത്തിലുള്ള പർച്ചേസ്, ഇത്തരം സാധനങ്ങൾ വാങ്ങുന്നത്, റഫേൽ പോലെയുള്ള വിമാനങ്ങൾ വാങ്ങുന്നതിൽ നിന്ന് പിന്നിലേക്ക് പോകുന്നത്. കാരണം വലിയ തോതിൽ കോൺഗ്രസ് നേതാക്കൾ അതിനകത്ത് അഴിമതി നടത്തും എന്ന് ആൻ്റണി ഭയപ്പെട്ടിരുന്നു. അതും കൂടി എന്തുകൊണ്ട് കോൺഗ്രസ്സുകാർ പറയുന്നില്ല? ജയറാം രമേശിനെ പോലെയുള്ള ഉന്നത കോൺഗ്രസ് നേതാക്കൾ ബ്രഹ്മോസ് ഞങ്ങളുടെ കുട്ടിയാണ് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് റഫേൽ ഞങ്ങൾ വാങ്ങിയില്ല എന്നുകൂടി പറയണ്ടേ? ഞങ്ങളുടെ കാലത്ത് എന്തുകൊണ്ട് വാങ്ങിയില്ല? അന്ന് ഇത് ഉണ്ടായിരുന്നല്ലോ, അന്ന് എന്തുകൊണ്ട് അവർ വാങ്ങിയില്ല? മോദി സർക്കാർ വന്നപ്പോൾ മോദിയാണ് അത് ഫലപ്രദമായിട്ട് ധൈര്യസമേതം മുന്നോട്ട് പോയി കരാറിൽ ഏർപ്പെടുകയും റഫേൽ വാങ്ങാൻ ഉള്ള അനുമതി കൊടുക്കുകയും അതിനുള്ള ഫണ്ട് അലോക്കേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തത്. ഇതെന്തുകൊണ്ട് ഈ റഫേൽ ഞങ്ങളുടെ കാലത്തെ ഒപ്പിട്ടു എന്ന് പറയുന്നവർ, ബ്രഹ്മോസ് ഞങ്ങളുടെ കുട്ടിയാണ് എന്ന് പറയുന്നവർ, എന്തുകൊണ്ട് അവരുടെ കാലത്ത് ഇതൊന്നും ഈ പരീക്ഷണങ്ങൾ നടത്തിയില്ല, റഫേൽ വാങ്ങിയില്ല, അത്തരത്തിലുള്ള നമ്മുടെ ഈ തദ്ദേശീയമായ ആയുധങ്ങൾ വികസിപ്പിക്കുന്നതിന് നമ്മൾ മുൻകൈ എടുത്തില്ല, എന്തുകൊണ്ട് അക്കാലത്ത് അതൊന്നും നടന്നില്ല എന്നും കൂടി പറയണ്ടേ? അപ്പോൾ ഏകപക്ഷീയമായിട്ട് രാജ്യം നേട്ടങ്ങൾ കൈവരിക്കുമ്പോൾ അതെല്ലാം ഞങ്ങളുടേത്. നെഹ്റുവിൻ്റെ കാലത്ത് തുടങ്ങിയതാ ഇതെല്ലാം, ഇന്ദിരയുടെ കാലത്തെ ആരംഭിച്ചതാണ് ഇതെല്ലാം, രാജീവ് ഗാന്ധി തറക്കല്ലിട്ടതാണ്. ഇത്തരം ഈ എട്ടുകാലി മമ്മൂഞ്ഞും ചമയാനല്ലാതെ ഈ സംഘടനാപരമായും രാഷ്ട്രീയമായും ഒക്കെ
തകർന്ന് തരിപ്പണമായി ഇന്ത്യൻ ജനത അവരുടെ മനസ്സിൽ നിന്ന് തൂത്തെറിഞ്ഞ ഒരു പാർട്ടിയായി മാറിയ കോൺഗ്രസ്സിന് മറ്റൊന്നും സാധിക്കില്ല. ഇങ്ങനെ പൊള്ളയായ അവകാശവാദങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കാം. അത് ഈ രാജ്യത്തെ കൊച്ചുകുട്ടികൾ പോലും അത് കേൾക്കാൻ തയ്യാറല്ല. ഈ രാജ്യം അവരെ തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ സംഭവങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.